നമസ്കാരം. 6ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് മക്കളെ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. നമുക്കിനി നോക്കാനുള്ളത് ക്രോബോയ് എന്നുള്ള ഒരു പാഠമാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. മക്കൾ കണ്ടായിരുന്നോ? അപ്പോൾ കാണാത്തവരൊന്ന് കയറി കാണുക. പ്ലേ ലിസ്റ്റ് ഉണ്ട് കേട്ടോ, പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കൂ, പേജ് നമ്പർ 25. എന്താണ് ക്രോബോയ്? ക്രോബോയ് അതിന് മുമ്പ് ഒരു ബോക്സ് നോക്ക്. ലെറ്റ് us read a story of a shy and quiet boy who had incredible talents that made him special in his own way. ഇങ്ങനെയാണ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വായിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വായിക്കാം? ലെറ്റ് us read a story of a shy, ഒരു ഷൈ ആയിട്ടുള്ള, നാണം കുടുങ്ങിയായിട്ടുള്ള, ആൻഡ് ക്വയറ്റ്, വലിയ ബഹളമൊന്നും ഇല്ലാത്ത ശാന്തനായ ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നത്? വായിക്കാൻ പോകുന്നത്. ഹൂ ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻസ്. ആ കുട്ടിക്ക് എന്തൊക്കെയുണ്ട്? അവിശ്വസനീയമായ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്, കഴിവുകളുണ്ട്. ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. അപ്പോൾ അവൻ്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ അവനെ പ്രത്യേകിച്ച് നമുക്ക് എന്താക്കി തോന്നുന്നത്, സ്പെഷ്യലായിട്ട് തോന്നുന്നത് ഈ ടാലൻസ് കൊണ്ടാണ്. ക്രോബോയ് അവനാണ് ആര്? നമ്മുടെ ക്രോബോയ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് ആരാണ്? ടാരോ യാഷിമ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ, നമ്മളെ നാട്ടുകാരനൊന്നുമല്ല, ഒരു ജാപ്പനീസ് കൊറിയൻ ഒക്കെ പേരല്ലേ. അപ്പോൾ നോക്കൂ, ടാരോ യാഷിമ വാസ് ജാപ്പനീസ് അമേരിക്കൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ജാപ്പനീസാണ്, ജാപ്പനീസ് ഒറിജിൻ ആയിട്ടുള്ള അമേരിക്ക സെറ്റിലായിട്ടുള്ള ആളാണ്. ആൻഡ് ഓതർ, ആരാ? ആർട്ടിസ്റ്റാണ്, കലാകാരനാണ്, ഓതറാണ് ഓഫ് ചിൽഡ്രൻസ് ബുക്ക്, കുട്ടികളുടെ ബുക്കുകൾ എഴുതുന്ന ആളാണ്. ഹി ബിക്കെയിം നോൺ ഫോർ ഹിസ് വൈബ്രൻറ്റ് ഇല്ലസ്ട്രേഷൻസ് ആൻഡ് എൻഗേജിങ് സ്റ്റോറീസ്. He valued his interactions with the children around the world, considering them his greatest teachers. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് പറയാം എന്താണ്, കുട്ടികളുടെ പിന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറീസ് എഴുതുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇല്ലസ്ട്രേറ്റ് ചെയ്ത് വിവരിച്ച് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹം എന്താണ്, കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, പരസ്പരം നമ്മൾ കുട്ടികളായിട്ട് ഇൻട്രാക്റ്റീവ് എന്ന് പറയത്തില്ലേ, കുട്ടികളുടെ അങ്ങോട്ട് കാര്യം പറയും, അവർ തിരിച്ചു പറയുന്നു, അങ്ങനെ ചോദ്യോത്തര വേളകൾ, അവരടുത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ പിള്ളേരുടെ വരും ചോദിക്കത്തില്ലേ, കൊച്ചുങ്ങൾ തിരിച്ച് മറുപടി പറയുന്ന കേൾക്കാനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇൻറ്ററാക്ഷൻസ്, അതൊക്കെ ഈ വേൾഡിലുള്ള ലോകത്തെമ്പാടുമുള്ള കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അതിലാണ് അദ്ദേഹം ഒരുപാട് വില കൊടുത്തിരുന്നത്. പിന്നെന്താ, കുട്ടികളെയാണ് അദ്ദേഹം എന്തായിട്ട് കണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാര്യം എന്താ, കുട്ടികൾക്ക് പല കാര്യങ്ങൾ അറിയില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻട്രാക്ഷനിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥലം പഠിക്കണം, പേര് പഠിക്കണം, കറക്റ്റ് സ്പെല്ലിങ്ങും പഠിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ വായിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിംഗ്. അപ്പോൾ നോക്കൂ, ഞങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം, വൺ ഓഫ് ദ ബോയ്സ്, ആൺകുട്ടികളിൽ ഒരു കുട്ടിയെ വാസ് ഫൗണ്ട് മിസ്സിങ്, കാണുന്നില്ല. ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ എ സെലാർ ഇൻ ദ സ്കൂൾ ഹൗസ്. സെലാർ എന്താണ്? നിലവറ. ഹാഡ് ഹിഡൻ, ഒളിച്ചിരിക്കുവാണ്. എവിടെ? അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു? സ്കൂൾ ഹൗസിലെ സെലാറിലെ നിലവറയ്ക്കകത്ത് അവൻ ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കൽ, അവൻ അതിനകത്ത് ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. നൺ ഓഫ് us knew him, ഞങ്ങൾക്ക് ആർക്കും അവനെ അറിയത്തില്ല. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ, നല്ല ഡാർക്കാണ് അവൻ, വളരെ സ്മോളുമാണ്. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ സ്റ്റുഡൻസ്, മറ്റു കുട്ടികളെക്കാട്ടിയും അവൻ ഡിഫറൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ, അവൻ ഈ മൗണ്ടെയിൻ, അപ്പോൾ സ്കൂളിനടുത്തൊരു മൗണ്ടെയിൻ ഉണ്ട്, അതിൻ്റെ അതർ സൈഡ്, അപ്പുറത്തെ ഭാഗത്താണ് അവൻ താമസിക്കുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് ഐസ് ഹി വാസ് നിക് നെയ്മഡ് ചിബി, വിച്ച് മെന്റ് ടൈനി ബോയ്. അപ്പോൾ ചിബി എന്നാകാം, ഷിബി എന്നാകാം, ഇത് പ്രൊനൗൺസിയേഷൻ അങ്ങനെ ആയിരിക്കും, ജാപ്പനീസ് അല്ലേ, അപ്പം ഷിബി എന്നും ആയിരിക്കാം കേട്ടോ. അപ്പോൾ അവൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ, ബിക്കോസ് ഓഫ് ഹിസ് സൈസ്, അവൻ്റെ സൈസ് കാരണം, ഹി വാസ് നിക് നെയ്മഡ് ഷിബി, അവനെ എന്ത് വിളിക്കുന്നു? ഷിബി എന്ന് വിളിക്കുന്നു. വിച്ച് മെൻ ടൈനി ബോയ്, എൻ്റെ അർത്ഥം എന്താണ്? ടൈനി ആയിട്ടുള്ള, ഷോർട്ടായിട്ടുള്ള കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് എ ടീച്ചർ ടു ലേൺ എനിത്തിങ്. അപ്പോൾ എന്താണ്, ആ കുട്ടി സ്ട്രേഞ്ച് ആയിട്ടുള്ള, വളരെ പ്രത്യേക സ്വഭാവക്കാരനായിട്ടുള്ള കുട്ടിക്ക് വാസ് ടു സ്കെയർഡ് ഓഫ് എ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ആ കുട്ടിക്ക് ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും ഒക്കെ അവനങ്ങ് ഭയങ്കര പേടിയാണ്. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. അതുപോലെ തന്നെ
മറ്റു കുട്ടികളെ ഫ്രണ്ട്സ് ആക്കാനും അവന് പേടിയാണ്. സോ ഹീ വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അപ്പോൾ കൂട്ടുകാരും ഇല്ല, ടീച്ചറേയും പേടിയാണ്. അങ്ങനെ ആകുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. പഠിക്കുന്ന സമയത്താണെങ്കിലും കളിക്കുന്ന സമയത്താണെങ്കിലും അവൻ ഒറ്റയ്ക്കാണ്. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. ക്ലാസ്സിലാണെങ്കിൽ അവൻ ഏറ്റവും ബാക്കിലായിരിക്കും, അതുപോലെ തന്നെ ലൈനിലാണെങ്കിൽ ഏറ്റവും ബാക്കിലേ നിൽക്കും. ബട്ട് ഷിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നെന്നും കളിക്കാൻ കൂട്ടുകാരില്ലെന്നും പറഞ്ഞും അവൻ എൻജോയ് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നു. എന്തിനാ? സമയം പോകാനായിട്ട്, കളിക്കാൻ. അവൻ തന്നെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുമല്ല, അവൻ പല 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 കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ് അവൻ. എന്നിട്ട് ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്, സമയം കളയാനും അതുപോലെ അവനെ സന്തോഷിപ്പിക്കാനും. ചുമ്മാതെ സമയം കളയുമല്ല അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് സന്തോഷിച്ച് തന്നെയാണ് അവൻ സമയം കളയുന്നത്. He would just stare at the top of his desk for a long time. കുറേ സമയം അവൻ്റെ ഡെസ്കിനകത്ത് ഇങ്ങനെ നോക്കി ഇരിക്കാറുണ്ട്. സ്റ്റെയർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് സമയം ഇങ്ങനെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ തുറച്ചു നോക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് സ്റ്റെയർ. അപ്പോൾ ഡെസ്കിൽ അവനിങ്ങനെ നോക്കിയിരിക്കും. സംടൈംസ് ഹി വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ അവേഴ്സ്. ചില സമയത്ത് അവനിങ്ങനെ കിടന്ന് ഒരുപാട് സമയം സീലിങ്ങിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കാറുണ്ട്. സീലിംഗ്, മുകൾ. There were many things to interest him. അവനെ ഇൻട്രസ്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. He designed on the shirt of a boy sitting next to him. The design on the shirt of a boy sitting next to him. അപ്പോൾ അവനെ എൻജോയ് ചെയ്യാൻ, ഇപ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി, അവൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടി, അവൻ്റെ ഡ്രസ്സിനകത്തൊരു ഡിസൈനുണ്ട്. അവൻ എൻജോയ് ചെയ്യാൻ അത് മതി. അവൻ ആ ഡിസൈനിൽ നോക്കി ഇതെന്തെങ്ങനെയാണെന്നൊക്കെ നോക്കി എൻജോയ് ചെയ്യും. ഓർ വാട്ട് ഹീ കുഡ് സീ ഔട്ട് ഓഫ് ദ വിൻഡോ. അതും അല്ലെങ്കിൽ ജനലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണോ കാണുന്നത് ആ കാഴ്ച അവനെ എൻജോയ് ചെയ്യിക്കും. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഷിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. ഇൻ ദ പ്ലേ ഗ്രൗണ്ടിൽ ഷിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ്. അവൻ എന്ത് ചെയ്യും? പ്ലേ ഗ്രൗണ്ടിലാണെങ്കിൽ അവൻ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾക്ക് തൊട്ടടുത്തുനിന്ന് വരുന്ന സൗണ്ട്സ്, അങ്ങ് അകലെ വരുന്ന സൗണ്ട്സും ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവൻ പ്ലേ ഗ്രൗണ്ടിൽ അവൻ എന്താ ചെയ്യുക? കണ്ണടച്ചിരുന്ന് അടുത്തുനിന്ന് വരുന്ന സൗണ്ട്, അകലെ നിന്ന് വരുന്ന സൗണ്ട്, ഇതെല്ലാം അവൻ ശ്രദ്ധിക്കുക. ആൻഡ് ഹീ കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ് ആൻഡ് ഗ്രബ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് വുഡിൻ ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ്. പിന്നെ അവന് കാണാൻ അല്ലെങ്കിൽ അവന് കളിക്കാൻ എന്തൊക്കെയുണ്ട്? ആൻഡ് ഹീ കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ് ആൻഡ് ഗ്രബ്സ്. കയ്യിൽ പിടിക്കും. എന്തിനെ? ഹോൾഡ് ചെയ്യും. ഇൻസെക്ട്സിനെ, അല്ലെങ്കിൽ എന്താണ് ഗ്രബ്സ്, ചെറിയ ചെറിയ പുഴുക്കൾ. ഇതിനെയൊക്കെ ഒന്നുകിൽ അവൻ ഹോൾഡ് ചെയ്യും, കയ്യിൽ വെച്ച് നോക്കും, അല്ലെങ്കിൽ കുറേ സമയം അതിനെ ദൂരെ നിന്നാലും അടുത്ത് ചെന്ന് കയ്യിലെടുക്കാതെ ഇൻസെക്ട്സിനെയും ഈ പുഴുവിനെയൊക്കെ അവൻ ഇങ്ങനെ നോക്കാറുണ്ട്. ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് വുഡൻ ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ്. മിക്കവാറും ഇതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, അഥവാ കണ്ടാലും നമ്മളൊന്ന് തൊട്ടുപോലും നോക്കാറില്ല. പക്ഷേ ഇവൻ അതിനെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ നോക്കി അവൻ്റെ സമയമൊക്കെ അവൻ അതിൽ സ്പെൻഡ് ചെയ്യും. അവൻ അതിലൂടെ അതെന്താണ്, അവനെല്ലാം ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷയാണ്, ഇതൊക്കെ എന്താണ് എന്ന് പഠിക്കാൻ. എവ്രി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്, ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്. അപ്പോൾ എല്ലാവരും അവനെ എന്താ വിളിക്കുന്നത്? കോൾഡ് ഹിം സ്ലോ പോക്ക് എന്ന് വെച്ചാൽ സ്ലോ പോക്ക്, പതുക്കെ നടന്നു പോകുന്ന ഒരു മന്ദതയിൽ നടക്കുന്ന ഒരു പയ്യൻ. ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്. എവ്രി വൺ എന്ന് പറയുമ്പോൾ അവൻ്റെ ക്ലാസ്മേറ്റ്സ് മാത്രമല്ല മക്കളെ, അവൻ്റെ ക്ലാസ്സിനേക്കാളും കുഞ്ഞു ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും അവനെ എന്താ വിളിക്കുന്നത്? സ്ലോ പോക്ക് എന്നാണ് വിളിക്കുന്നത്. ബട്ട് സ്ലോ പോക്കർ ഓർ നോട്ട്, ഷി ബിക്കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. ഇപ്പം പെതുക്കെ വരുന്നവനാണോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവൻ എല്ലാ ദിവസവും സ്കൂളിൽ വരുന്നത് എങ്ങനെയാണ്? ട്രഡ്ജിങ് ടു സ്കൂളാണ്. കാൽനടയായിട്ട് നടന്നാണ് കുട്ടി ഇന്നും വരുന്നത്. ഹി ഓൾവേസ് ബ്രോഡ് ദ സെയിം ലഞ്ച്. എല്ലാ ദിവസവും അവൻ ഒരേ ആഹാരമാണ്, ഉച്ചഭക്ഷണമാണ് കൊണ്ടുവരുന്നത്. എ ബോൾ ഓഫ് റൈസ്. എന്താണ്? ഒരു ബോൾ റൈസ്. അതെങ്ങനെ എടുത്തിരിക്കുന്നു? റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. റാഡിഷ് എന്താണ്? മുള്ളങ്കി, നമ്മുടെ ക്യാരറ്റിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്ന മുള്ളങ്കി. അപ്പോൾ അതിൻ്റെ ഇലയിൽ ഒരു ബൗൾ ചോറ് പൊതിഞ്ഞാണ് അവൻ എല്ലാ ദിവസവും കൊണ്ടുവരാൻ. ഈവൻ വെൻ ഇറ്റ് റെയിൻഡ് ഓർ സ്റ്റോപ്ഡ് ഹി സ്റ്റിൽ കെയിം ട്രഡ്ജിങ് അലോൺ. എന്താണ്? ഭയങ്കര മഴയായിക്കോട്ടെ, ഭയങ്കര കാറ്റായിക്കോട്ടെ, എന്താണെങ്കിലും അവൻ എന്ത് ചെയ്യും? നടന്നു വരും.
ഹി വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻകോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ഗ്രാസ്. അപ്പോൾ സീബ്ര ഗ്രാസ് വെച്ചിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു റെയിൻകോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ അതിലൊക്കെ പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് അവൻ എങ്ങോട്ടേക്ക് വരും? റെയിൻകോട്ടാക്കി അവൻ എങ്ങോട്ടേക്ക് വരും? സ്കൂളിലേക്ക് വരും. 5 years went by and we were in the 6th grade. 5 വർഷം പോയി. ഇപ്പം ഞങ്ങൾ എവിടെയാണ്? 6ാം ക്ലാസ്സിലാണ്. ദ ലാസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ. അപ്പോൾ 6ാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളത്. സ്കൂളിലെ അവസാനത്തെ ക്ലാസ്സാണ്. അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഇസബ് വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയ ടീച്ചർ ഇസബ്, അദ്ദേഹം എന്താണ്? വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു. വളരെ കൈൻഡ് ആയിട്ടുള്ള, കുട്ടികളെ നോക്കി പേടിച്ചിരിക്കുന്നതിനെ നോക്കിയും കൈൻഡായിട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു സാർ. ഇറ്റ് വാസ് മിസ്റ്റർ ഇസബ് ഹു ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ഷിബി. അപ്പം ഞങ്ങൾ ഷിബിയെ നോക്കിയിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, അല്ലേ? എന്തൊരു കുട്ടിയാണ് ഇത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവനെ നോക്കിയിരുന്നത്. അപ്പം അവനെ നോക്കുന്ന ആ രീതി മാറ്റിയെടുത്തത് ആരാണ്? ഇസബാണ്. മിസ്റ്റർ ഇസബ് ഓഫൺ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദി സ്കൂൾ. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക രീതിക്കാരനാണ്, അല്ലേ? അദ്ദേഹം ചിലപ്പോഴൊക്കെ ക്ലാസ് തന്നെ എങ്ങോട്ടേക്ക് മാറ്റും? കുന്നിന് മുകളിലേക്കൊക്കെ മാറ്റാറുണ്ട്. അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാറുണ്ട്. ഹി വാസ് പ്ലീസ്ഡ് ടു ലേൺ ദാറ്റ് ഷിബി ന്യൂ ഓൾ ദ പ്ലേസസ് വെയർ ദ വൈൽഡ് ഗ്രേപ്സ് ആൻഡ് വൈൽഡ് പൊട്ടറ്റോസ് ഗ്രൂ. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. എന്താണ്? ഷിബിക്ക് എല്ലാം അറിയാം, എല്ലാ സ്ഥലങ്ങളും അറിയാം. എവിടെയാണ് കാട്ടുമുന്തിരി ഉള്ളതെന്ന്, കാട്ടു പൊട്ടറ്റോസ് ഉരുളക്കിഴങ്ങുകളുള്ളത്, ഇതൊക്കെ എവിടെ വിളയും, എവിടെയാണ് ഇതൊക്കെ വളരുന്നത് എന്നൊക്കെ ഷിബിക്കറിയാമെന്നത് സാറിനെ പ്ലീസ് ചെയ്തു. ഹി വാസ് amazed to find how much ഷിബി knew about all the flowers in our class garden. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. എന്താണ്? അവരുടെ ക്ലാസ് ഗാർഡൻ. അപ്പം നമുക്ക് ക്ലാസ്സിലൊരു ഗാർഡൻ സ്കൂളിൽ, നിങ്ങളുടെ സ്കൂളിലൊക്കെ കാണുമല്ലോ. ആ ക്ലാസ് ഗാർഡനിൽ ഏതൊക്കെ പൂക്കളുണ്ട് എന്നുള്ളതും എല്ലാം, അതിനെപ്പറ്റി എല്ലാം ആർക്കറിയാം? ഷിബിക്ക് അറിയാം. അതും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഹി ലൈക്ഡ് ഷിബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ആൻഡ് ടാഗ് ദം അപ്പോൺ ദ വോൾ ഫോർ എവ്രി വൺ ടു സീ. അപ്പോൾ ഷിബി എന്ത് വരയ്ക്കും? പടം വരയ്ക്കുന്ന കുട്ടിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എന്താണ്? പെൻസിൽ ഡ്രോയിങ്. അപ്പോൾ അവൻ ഇങ്ങനെ വരയ്ക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അതെന്ത് ചെയ്തു? ടാഗ് ചെയ്തു, ഒട്ടിച്ചു. എവിടെ? ക്ലാസ്സിൻ്റെ ഭിത്തിയിൽ. എന്തിനാണ്? മറ്റുള്ളവർക്കും കൂടി കാണാൻ വേണ്ടി. ഹി ഓൾസോ ഹാഡ് നോ കംപ്ലൈൻസ് അബൌട്ട് ഷിബീസ് ഹാൻഡ് റൈറ്റിംഗ്. അതുപോലെ ഷിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയും അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല. അതിനർത്ഥം എന്താ? അവൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ? അല്ല. ഓൺലി ഷിബി കുഡ് റീഡ് ഇറ്റ്. ഷിബിക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളായിരുന്നു. മിസ്റ്റർ ഇസബ് ടാഗ്ഡ് സം ഓഫ് വാട്ട് ഷിബി റോട്ട് ഓൺ ദ വോൾ. അപ്പോൾ ഷിബി എഴുതിയിരുന്ന എന്തൊക്കെയോ അദ്ദേഹം ഇതുപോലെ ബോളിൽ ഒട്ടിച്ചു. ആൻഡ് ഹി ഓഫൺ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ഷിബി വെൻ നോ വൺ വാസ് അറൗണ്ട്. അപ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഷിബി ഇരിക്കുന്ന സമയത്ത് ഷിബിയുടെ കൂടെ സംസാരിക്കാൻ, സമയം ചിലവഴിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. When Shibi appeared on the stage at the talent show of the year, no one could believe his eyes. എന്താണ്? ഷിബി, നിങ്ങളെ സ്കൂളിൽ ടാലൻറ്റ് ഷോ ഉണ്ടല്ലോ, ഓരോ മത്സരങ്ങളൊക്കെ നടത്തത്തില്ലേ? നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് അവിടെ പ്രകടിപ്പിക്കാം. അപ്പോൾ അന്ന് ഷിബി അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ ആർക്കും കണ്ണുപോലും അവരുടെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഷിബിയോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നോ എന്നുള്ളൊരു അത്ഭുതം. What can the stupid do up there? ഇവനോ, ഈ സ്റ്റുപ്പിഡായിട്ടുള്ള ഈ കുട്ടി, ഇവൻ എന്ത് ചെയ്യാനാണ് അവിടെ കയറിയിട്ട്? ഹു ഇസ് ദാറ്റ് എന്നും അവർ ചോദിക്കുന്നുണ്ട്. ബട്ട് ദേ വെയർ അസ്റ്റൗണ്ടഡ് വെൻ മിസ്റ്റർ ഇസബ് അനൗൺസ്ഡ് ദാറ്റ് ഷിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ്. അപ്പോൾ അദ്ദേഹം എന്താണ്? മിസ്റ്റർ ഇസബ് ഒന്ന് അനൗൺസ് ചെയ്യുകയാണ്. എന്താ? ഷിബി ഇവിടെ എന്താണ്? കാക്കയുടെ പലതരത്തിലുള്ള കരച്ചിലുകൾ, പല കാക്കകളെയും കുട്ടി ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ക്രൈസ് ഓഫ് ക്രോസ്, കാക്കകളുടെ കരച്ചിലോ? ദേ ഹാഡ് മോർ സർപ്രൈസസ് കമ്മിങ്. ഇനിയും കിടക്കുന്നേ ഉള്ളായിരുന്നു സർപ്രൈസ്, ഇനി വരാൻ പോവാ. ഷിബി എൻറ്റർഡ് ദ സ്റ്റേജ്. ഷിബി സ്റ്റേജിന് മുകളിലേക്ക് കയറി. ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്. ഇപ്പം മുട്ട വിരിഞ്ഞ് വന്ന കുഞ്ഞ് കാക്കകളുടെ കരച്ചിലാണ് അവൻ ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത്. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ ആൻഡ് ഫാദർ ക്രോ. അതിനുശേഷം മദർ ക്രോയിൻ്റെയും ഫാദർ ക്രോയിൻ്റെയും കരച്ചിൽ ഇമിറ്റേറ്റ് ചെയ്തു. ഹി ദെൻ വെൻറ്റ് ഓൺ ടു ഷോ ഹൗ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. അതിനുശേഷം അതിരാവിലെ എങ്ങനെയാണ് കാക്കകൾ കരയുന്നത് എന്ന് ഇമിറ്റേറ്റ് ചെയ്തു. ഹി ഓൾസോ ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ക്രോസ് വിച്ച് വെർ ഹാപ്പി ഓർ സാഡ്.
ഹാപ്പി ആണോ സാഡാണോ എന്ന് കാക്കകളുടെ കരച്ചിൽ നിന്ന് മനസ്സിലാവും. അതുവരെയും അവൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. Everybody's mind was taken to the far mountain side from which Shibi came to the school. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് എങ്ങോട്ടേക്ക് പോയി? നമ്മുടെ ഷിബി നടന്നു വരുന്നത് ഒരു മൗണ്ടൻ്റെ അപ്പുറത്തല്ലേ, ആ ഭാഗത്താണല്ലോ ഈ കാഴ്ചകൾ. അപ്പോൾ അങ്ങോട്ടേക്കാണ് എല്ലാവരുടെയും മനസ്സ് പോയത്. Now they could imagine exactly the far and lonely place where Shibi lived with his family. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത്രയും ദൂരത്ത് ഷിബി ഫാമിലിയോടുകൂടെ താമസിക്കുന്ന ആ സ്ഥലം അതെങ്ങനെയായിരിക്കും എന്നെല്ലാവരും ഇമാജിൻ ചെയ്തു. Then Mr. Isab explained how Shibi had learned those calls. ഇനി മിസ്റ്റർ ഇസബു വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്ത് പറയുന്നു? എങ്ങനെയാണ് നമ്മുടെ ഷിബി പഠിച്ചത്? ഈ കരച്ചിലുകളും ഇതൊക്കെ ഷിബി എങ്ങനെയാണ് പഠിച്ചത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഇസബ് സാർ എന്ന് പറഞ്ഞു. Leaving his home for school at dawn and returning at sunset every day for 6 long years. 6 വർഷമായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ലിവിങ് ഹിസ് ഹോം ഫോർ സ്കൂൾ അറ്റ് ഡോൺ. സൂര്യൻ ഉദിക്കുന്ന ഡോൺ ആ സമയത്താണ് അവൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെടുന്നത്. ആൻഡ് റിട്ടേണിങ് അറ്റ് സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്നത്. എത്ര കാലമായിട്ട്? 6 വർഷമായിട്ട്. എവ്രി വൺ ഓഫ് us cried. ഞങ്ങളെല്ലാവർക്കും സങ്കടക്കാരിലും. ഹൗ മച്ച് വി ഹാഡ് ബീൻ റോങ് ടു ഷിബി ഓൾ ദോസ് ലോങ് ഇയേഴ്സ്. ഇത്രയും വർഷം ഞങ്ങൾ ഈ ഷിബി എന്ന് പറഞ്ഞ കുട്ടിയെ എത്രത്തോളം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈവൻ ഗ്രോൺ അപ്സ് വൈപ്ഡ് ദെയർ ഐസ് സേയിങ് യെസ് യെസ് ഹീസ് വണ്ടർഫുൾ. അപ്പം വലിയ ആൾക്കാർ പോലും കണ്ണുനീർ തുടച്ചിട്ട് എന്ത് പറയുന്നു? അതെ അതെ, അവൻ ഭയങ്കര അത്ഭുതമാണവൻ എന്നിങ്ങനെ പറയുന്നു. ഷിബി വാസ് ദ ഓൺലി വൺ ഇൻ അവർ ക്ലാസ് ഓണേഡ് ഫോർ പെർഫെക്റ്റ് അറ്റൻഡൻസ് ത്രൂ ഓൾ 6 years. അപ്പോൾ ഈ 6 വർഷവും പെർഫെക്റ്റ് അറ്റൻഡൻസ് എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും വന്നിരുന്ന ഒറ്റ കുട്ടി ആരാണ്? ഷിബിയാണ്. ഇത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ഷിബി വരുന്നത്, മറക്കരുത്. നമ്മളൊക്കെ ആണെങ്കിലോ അമ്മ ഇന്ന് പോകണോ എത്ര ദിവസം പോകും കറക്റ്റായിട്ട് സ്കൂളിൽ? ചെറിയൊരു കള്ളത്തരം പറഞ്ഞ് ഇന്നൊരു ചെറിയ പനി ഇല്ലേ, 2 വട്ടം ഞാൻ തുമ്മിയോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ പോകാൻ മടിക്കത്തില്ലേ? കണ്ടാ ഷിബിയെ കണ്ടാ? ഷിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദി ചാർക്കോൾ ഹീ ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. ഇനി ഷിബിയുടെ ഫാമിലി എന്ത് ഉണ്ടാക്കുന്നുണ്ട്? മരക്കരി അല്ലെങ്കിൽ കരിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വിൽക്കാനായിട്ടും ഷിബി എങ്ങോട്ടേക്ക് വരും? വില്ലേജിലേക്ക് വരും. ബട്ട് നോ ബഡി കോൾഡ് ഹിം ഷിബി എനിമോർ. പക്ഷേ ആരും പിന്നീട് ഷിബിയെ എന്തെന്ന് വിളിച്ചില്ല? ഷിബി എന്ന് വിളിച്ചില്ല. വി ഓൾ കോൾഡ് ഹിം ക്രോ ബോയ്. ഞങ്ങളെല്ലാവരും അവനെ എന്താ വിളിച്ചത്? ക്രോ ബോയ് എന്നാണ് വിളിച്ചത്. ഹായ് ക്രോ ബോയ്, വി സ്റ്റിൽ ഹേർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് എ ഹാപ്പി ക്രോ ആസ് ഹി റിട്ടേൺഡ് ഹോം അലോങ് ദ മൗണ്ടൻ റോഡ്. എന്താണ്? വി സ്റ്റിൽ ഹേർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് എ ഹാപ്പി ക്രോ. ഞങ്ങളിപ്പോഴും എന്ത് കേൾക്കുന്നു? ഒരു ഹാപ്പി ക്രോയെ അവർ ഇമിറ്റേറ്റ് ചെയ്തില്ലേ, ഇപ്പോഴും ഞങ്ങളത് കേൾക്കുന്നുണ്ട്. ആസ് ഹി റിട്ടേൺഡ് ഹോം അലോങ് ദി മൗണ്ടൻ റോഡ്. മൗണ്ടൻ റോഡിലൂടെ അവൻ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ മനസ്സിൽ. അപ്പം ഞങ്ങൾ അവൻ്റെ ഹാപ്പി ക്രോയുടെ സൗണ്ടാണ് അപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത്. ഹാപ്പി ആയിട്ട് അവനിങ്ങനെ ആ ക്രോൻ്റെ സൗണ്ടിൽ എങ്ങോട്ടൊക്കെ നടന്നു പോകുന്നതാണ്? മൗണ്ടൻ സൈഡിലൂടെ വീട്ടിലേക്ക് പോകുന്നതാണ് ഞങ്ങൾ കേൾക്കുന്നത്. അതാണ് എപ്പോഴും. ഇത്രയേ ഉള്ളൂ. ഈസി ആണല്ലോ, നല്ല എളുപ്പമുള്ള പാഠം അല്ലേ? സൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ വലുതായി പോകും. പിന്നെ അത് മാത്രമല്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ മക്കളെ. കുഞ്ഞു മക്കളല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പം നിങ്ങളിപ്പോൾ പഠിച്ച പാഠമല്ലേ, അറ്റൻഡ് ചെയ്ത് നോക്കൂ. നമുക്കൊക്കെ കണക്കൊക്കെ എഴുതൂ. അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വീഡിയോ കാണും. തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കണ്ടേ? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസൊക്കെ, നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അപ്പോൾ എന്താ വേണ്ടേ? സ്വന്തമായിട്ടൊന്ന് എഴുതി പഠിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി പഠിക്കൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നോട്ട്സ് തരാം. അപ്പോൾ നിങ്ങളത് എഴുതിയെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് ശരിയാണെങ്കിൽ അടിപൊളി അല്ലേ, നമ്മൾ സ്വന്തമായിട്ട് എഴുതിയില്ലേ, അത് സന്തോഷമല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ഒട്ടും വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. ഈ യൂണിറ്റിന് ശേഷം കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.